ഏറ്റവും പുതിയ വിഷയമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. അത് കൗണ്ടറിലെ ദൃശ്യങ്ങളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കൗണ്ടറിലാണ് മോഷണം നടന്നിരിക്കുന്നത്. അവിടെ നിന്നുള്ള തുകയാണ് കൊണ്ടുപോയത്. അതായിരുന്നിരിക്കണം, ആ കൗണ്ടറിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നിരിക്കണം ലഭ്യമാകുന്നത്. കൗണ്ടറിലാണ് ഈ പ്രതി മോഷണം നടത്തിയത്. ബന്ദിയാക്കി ജീവനക്കാരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ക്ഷണനേരം കൊണ്ടാണ് മോഷണം നടത്തിയത്. ലിഷോയ്, നമ്മളിപ്പോൾ മൂന്നാമത്തെ ഏറ്റവും പുതിയ വിഷ്വൽസ് ആണ് കാണിക്കുന്നത്. അതിന്റെ പ്രത്യേകത തീർച്ചയായും ഇതിൽ നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ പ്രതി കൗണ്ടറിൽ നിന്ന് പണം മോഷ്ടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ CCTV ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. അതിൽ കൃത്യമായുണ്ട് നീലയും ചുവപ്പും ജാക്കറ്റാണ് ഇയാൾ ധരിച്ചിരിക്കുന്നത്. കറുപ്പ് കളറിലുള്ള ഹെൽമെറ്റാണ് ഇയാൾ ധരിച്ചിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇയാൾ അവിടെ നിന്നും ഈ പണവും എടുത്ത് രക്ഷപ്പെടുന്നത് എന്നുള്ളതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, നേരത്തെ പ്രജീഷ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മറ്റ് ജീവനക്കാരെ ഒന്നും തന്നെ ഈ രണ്ട് ജീവനക്കാർക്ക് ബന്ധപ്പെടാനായി കഴിഞ്ഞില്ലേ എന്നുള്ളത്. അതിനുള്ളൊരു ഉത്തരം കൂടിയാണ് ഈ CCTV ദൃശ്യം. കാരണം അത്രത്തോളം കുറച്ച് സമയം കൊണ്ടാണ് തീർച്ചയായും അതാണ് ഇടപാടുകാരൊക്കെ പോയ സമയമാണ്. ജീവനക്കാരൊക്കെ തന്നെ ഭക്ഷണം കഴിക്കാൻ പോയ സമയമാണ്. കൗണ്ടറുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന സമയമാണ്. അപ്പോൾ സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്ന നിലയ്ക്ക് അകത്തേക്ക് കയറിയതാണ്. അപ്പോൾ ഇനി കവർന്ന പണം ഈ ബാഗിലേക്ക്, ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, എന്തൊക്കെയോ ബാഗിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അത് പണം തന്നെ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ പണത്തിന്റെ അളവ് വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രത്തോളം പണം പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാറായോ? അതിലെ ആ കാര്യങ്ങൾ ഇനിയും കുറച്ചുകൂടി സമയമെടുക്കും. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആദ്യഘട്ടത്തിൽ വരുന്നു. നമ്മൾ റൂറൽ SP പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് കൂടുതൽ കാര്യങ്ങൾ എന്തായാലും ചോദിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പക്ഷേ അദ്ദേഹം പരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഈ CCTV ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. അതായത് ഈ പ്രതി, ഈ മോഷ്ടാവ് ചില്ല് പൊളിച്ചാണ് അകത്തേക്ക് കടന്നിട്ടുള്ളത്. ചില്ല് പൊളിച്ച് കൗണ്ടർ തകർത്ത് അകത്തേക്ക് കടന്ന ശേഷം ആ കൗണ്ടറിൽ ഉണ്ടായിരുന്ന ആ ക്യാഷ് കൗണ്ടറിൽ ട്രയൽ സൂക്ഷിച്ചിരുന്ന പണമാണ് എടുത്ത് കൊണ്ടുപോയിട്ടുള്ളത്. അത് ബാഗിലേക്ക് മാറ്റുന്നതിന്റെ CCTV ദൃശ്യം. ഒരു കാര്യം കൂടി ലിഷോയ്, കൃത്യമായിട്ടുള്ള പണത്തിന്റെ കണക്ക് ലഭ്യമായിട്ടുണ്ടോ? നമുക്ക് ചില അഭ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ അളവ് വളരെ പ്രധാനപ്പെട്ട എണ്ണി തിട്ടപ്പെടുത്തണം. അപ്പൊ എണ്ണി തിട്ടപ്പെടുത്തിയ ശേഷമുള്ള ഒരു കണക്ക് ലഭ്യമാണോ കവർച്ച മുതൽ സംബന്ധിച്ച്? നമ്മൾ അഭ്യൂഹങ്ങളിലേക്ക് പോകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ മാനേജർ എടുത്ത് അല്പസമയം മുമ്പാണ്, അതായത് ഈ ബാങ്കിന്റെ ശാഖാ മാനേജർ തന്നെ അദ്ദേഹം പറയുന്നത് എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതിൽ കൃത്യമായൊരു കണക്കുകൾ കൂടി വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതാണ് എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. പ്രദേശവാസികൾ ഒക്കെ തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഈ സംഭവം അറിഞ്ഞ് ഉടനടി തന്നെ ഇവിടെ എത്തി. അതായത് ഇത്രയധികം ആളുകൾ കൂടാവുന്ന ഒരിടമാണ്. ആ ഇടത്താണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയിരിക്കുന്നത്.